മീൻകറിയുടെ കൂടെ കഴിക്കാനായിട്ടേ നമുക്ക് ഇച്ചിരി കപ്പയൊന്ന് വേവിച്ചാലോ. ഞങ്ങൾ സാധാരണ കപ്പ വേവിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. ഓരോ നാട്ടിലേക്കും ഓരോ പേരാണ്. നമ്മൾ പറയുന്ന കപ്പ വേവിക്കുക എന്നാണ്. അപ്പോൾ കപ്പ വേവിക്കാനായിട്ട് ആദ്യം തന്നെ കൊത്തിയെടുത്ത കപ്പ നന്നായിട്ട് കഴുകി ഇച്ചിരി വെള്ളവും ഉപ്പും കൂടി ചേർത്ത് വേകാനായിട്ട് അടുപ്പിലോട്ട് വെക്കുക. അപ്പോൾ അരപ്പിനായിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവോള ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിനുള്ള പച്ചമുളകും വെളുത്തുള്ളിയും ഉപ്പും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലേക്ക് ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കുക. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ നോക്കിയേ, നമ്മളുടെ കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കപ്പ വെന്തോന്നറിയാനായിട്ട് ഒരു കപ്പ കഷ്ണം എടുത്ത് ഒന്ന് നോക്കുക. അപ്പോൾ നോക്കിയേ, നല്ലതായിട്ട് പഞ്ഞി പോലെ കപ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് അന്നേരം നോക്കണം കേട്ടോ. ഇനി വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് കപ്പയ്ക്കകത്തോട്ട് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചേച്ച് ആ വെള്ളം കൂടി ഈ കപ്പയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ അരപ്പുണ്ടല്ലോ ആ കപ്പയ്ക്കകത്താക്കി കപ്പയെല്ലാം കൂടി ഒന്ന് പൊത്തി വെക്കണം. അപ്പോൾ ആ അരപ്പ് ആ കപ്പയ്ക്കുള്ളിൽ തന്നെ കിടന്ന് നന്നായിട്ട് അങ്ങ് വെന്ത് വരും. അപ്പോൾ ആ വെളുത്തുള്ളിയുടെ ആ പച്ചമണമൊക്കെ പോയിട്ട് നല്ലൊരു ടേസ്റ്റിൽ ആ അരപ്പ് കപ്പയുടെ കൂടെ ചേർന്ന് അങ്ങ് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് തീയൊക്കെ ഒരു ചെറിയ തീയിലോട്ടാക്കിയിട്ട് മൂടി വെച്ച് ഒരു ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുക്കണം. കുറച്ച് നേരം കഴിയുമ്പോൾ ആ മൂടി അങ്ങ് തുറന്ന് വരുമ്പോൾ നല്ല ആ അരപ്പൊക്കെ വെന്ത നല്ലൊരു മണം വരും. നമ്മുടെ ബിരിയാണിയുടെ ചെമ്പൊക്കെ തുറക്കുമ്പോൾ ഉള്ളൊരു മണയില്ലേ എന്ന് പറഞ്ഞ പോലെ അരപ്പ് വെന്ത നല്ലൊരു മണം വരും. അപ്പോൾ ഇനിയാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. ഈ കപ്പ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് ഇളക്കാനായിട്ടൊരു കോലുണ്ട് എല്ലാവരുടെയും വീട്ടിൽ. ഇവിടെ ഇപ്പോൾ വെളിയിലുള്ള ആൾക്കാരെയൊന്നും കയ്യിൽ ആ കോലൊന്നും കാണത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കട്ടിയുള്ള ഒരു തവി വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം വെച്ചോ നല്ലതായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക. കപ്പയങ്ങ് നന്നായിട്ടങ്ങ് ഉടച്ചെടുക്കുക. അത് തന്നെ പരിപാടി. അപ്പോൾ കപ്പയ്ക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഒരിച്ചിരിയൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. അല്ലെങ്കിൽ ഉപ്പില്ലാന്നുണ്ടെങ്കിൽ അതനുസരിച്ചൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ടങ്ങ് ഉടഞ്ഞ് ഈ പരുവത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പ നമുക്ക് നമ്മുടെ മീൻ കറിയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ കോട്ടയം സൈഡിലോട്ടൊക്കെ ഇങ്ങനെയാണ് കപ്പ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.